നമുക്കിന്ന് ഇതുപോലത്തെ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു കട്ടി കൂടിയ ചാർട്ടായതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സ്റ്റേഡി ആയിട്ട് നല്ല രസത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഈ പേപ്പറിൻ്റെ ഏറ്റവും മുകൾ ഭാഗം കുറച്ചൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ വീഡിയോയിൽ നോക്കി ചെയ്യാം കേട്ടോ. ആ ഭാഗം അങ്ങനെ ഫുള്ള് മടക്കിയെടുത്തിട്ട് നമ്മൾ നേരത്തെ മടക്ക് പോലെ അങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു വരമ്പത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ അത് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ പശ തേക്കുന്നുണ്ട്. പശ തേക്കാൻ ഞാനിവിടെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലെ പശ വേറെ ഭാഗത്തേക്കൊന്നും പരക്കത്തില്ല. അങ്ങനെ ഞാൻ പശ തേച്ചു എന്നിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ബാഗിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കുറച്ച് മടക്കിയിട്ട് കൊടുക്കണം. നല്ല പോലെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മടക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മടക്കി കൊടുത്ത ഭാഗം നല്ല ഷാർപ്പായിട്ട് ഒന്നും കൂടി നല്ല ഷാർപ്പായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇത് നമ്മുടെ പേപ്പർ ബാഗിന് നല്ല ഭംഗി കൂട്ടാനൊക്കെ സഹായിക്കും. ഇങ്ങനെ രണ്ട് ഭാഗം മടക്കി കൊടുക്കണം കേട്ടോ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ വരുമെങ്കിലും ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഞാൻ രണ്ട് ഭാഗവും ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇത് രണ്ട് ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലുള്ള എല്ലാ അളവുകളും ഈ സ്കെയിലിൻ്റെ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊക്കെ മടക്കിയതിന് ശേഷം ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ടി കൂട്ടാൻ വേണ്ടി ചെയ്ത ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അളവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ കുറേ പേർക്ക് അറിയുമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത്. ഇത് ചാർട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കുറേ കാലം ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു ഫയലായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം അത് നല്ല ഷാർപ്പായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ആ ഒരു മടക്കിയ പോർഷൻ്റെ ആ ഒരു ഭാഗം വരെ ഇങ്ങനെ മുറിക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. കൂടുതലായിട്ട് മുറിച്ച് പോയാൽ നമ്മുടെ പേപ്പർ ബാഗിൻ്റെ അളവൊക്കെ തെറ്റും, അങ്ങനെ രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ അവിടെ ഒരു പാടുണ്ടാവും നമ്മൾ മടക്കിയ പാട്. അപ്പോൾ അതുവരെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗവും മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് നോക്കുക. അത് പാകമാണോ എന്ന്. ഇതുപോലെയാവും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ കുറച്ച് പശ തേച്ചിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒട്ടിക്കാൻ ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ഫൈനൽ ലുക്കായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പിടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ സഞ്ചി പോലെ തൂക്കി നടക്കാം. അപ്പോൾ ഞാനിതിവിടെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ഫൈനൽ ലുക്ക്.